നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും. നമ്മുടെ ഒരുമയെയും ഐക്യബോധത്തെയും ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ വിളംബരമാവട്ടെ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങളെന്ന് മുഖ്യമന്ത്രിയും വിഷുവിൻ്റെ ഉത്സവം സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും ഒരുമയുടെയും ഭാവം കൊണ്ടുവരട്ടെ എന്ന് ഗവർണറും ആശംസിച്ചു. വാർത്തകൾ വിശദമായി. ഓശാടനുബന്ധിച്ച് ഡൽഹി സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് സീക്രട്ട് ഹാർട്ട് കത്തീഡ്രലിലേക്ക് നടത്താനിരുന്ന കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പ്രധാനമന്ത്രി അടക്കം BJP നേതാക്കൾ ക്രിസ്മസ്, ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളിയാണ് സീക്രട്ട് ഹാർട്ട് ദേവാലയം. ഇന്നലെ വൈകിട്ടായിരുന്നു കുരിശിൻ്റെ വഴി എന്ന പേരിൽ കുരുത്തോല പ്രദർശനം നടത്താൻ തീരുമാനിച്ചത്. അതിനുള്ള അനുമതിയാണ് നിഷേധിച്ചത്. സീക്രട്ട് ഹാർട്ട് പള്ളിയിൽ കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച ദില്ലി പോലീസ് നടപടി നിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്നും ന്യൂനപക്ഷങ്ങളുടെയും മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ദില്ലിയിൽ ഓശാന പ്രദർശനം തടഞ്ഞതിൽ പ്രതിഷേധമറിയിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ച് KC വേണുഗോപാൽ MP മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നാക്രമണത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിക്കുമെന്നും കഴിഞ്ഞ 15 വർഷം മുടക്കമില്ലാതെ നടന്ന കാര്യം ആണിതെന്നും പ്രദർശനം തടഞ്ഞതിൻ്റെ കാരണം വ്യക്തമാക്കണമെന്നും KC വേണുഗോപാൽ കത്തിൽ ആവശ്യപ്പെട്ടു. കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച ദില്ലി പോലീസിൻ്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ VD സതീശൻ. ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെ സംഘപരിവാർ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് രാജ്യ തലസ്ഥാനത്തും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ക്രൈസ്തവ ആചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയെന്നും മതപരമായ ഭിന്നിപ്പുണ്ടാക്കി വർഗീയത വളർത്തി എങ്ങനെയും ഭരണം നിലനിർത്തുന്ന തന്ത്രമാണ് BJP സർക്കാർ സ്വീകരിക്കുന്നതും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദില്ലി സീക്രട്ട് ഹാർട്ട് പള്ളിയിൽ ഓശാന പ്രദർശന അനുമതി നിഷേധിച്ച സംഭവം സുരക്ഷാ നടപടിയുടെ ഭാഗമായിട്ടാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിഷയം രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും കഴിഞ്ഞ ദിവസം ഹനുമാൻ ചാലിസയ്ക്കും അനുമതി നിഷേധിച്ചിരുന്നുവെന്നും പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനും CPM-നും വേറെ പണിയില്ലെന്നും വിമർശിച്ചു. പുകഴ്ത്തി ഭരണകർത്താക്കൾ ഉൾപ്പെടെയുള്ളവരെ ചീത്തയാക്കുന്നതെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ഓശാന ഞായറാഴ്ച കുരുത്തോല ആശീർവാദത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. എല്ലാവരും ഭരണത്തിലിരിക്കുന്നവരെ ഒത്തിരി പുകഴ്ത്തുമെന്നും അധികാരത്തിലിരിക്കുന്നവരെ കാര്യങ്ങൾ അറിയിക്കേണ്ട കടമ ജനങ്ങൾക്കുണ്ടെന്നും വിമർശനത്തിന് ആരും അതീതരല്ലെന്നും ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലൻ പറഞ്ഞു. ശബരിമല ശ്രീകോവിൽ പൂജിച്ച അയ്യപ്പ ചിത്രം പതിച്ച സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. വിതരണോദ്ഘാടനം രാവിലെ 8 മണിക്ക് കൊടിമരച്ചുവട്ടിൽ ദേവസ്വം സഹകരണ തുറമുഖ മന്ത്രി VN വാസവൻ നിർവഹിക്കും. പൊതുസമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരായ കേസിൽ CPI വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി വിജയനെ ഭയന്ന് CPI നേതാക്കൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മത്സരിച്ച് പിന്തുണ നൽകുകയാണെന്നും കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസ് വന്നപ്പോൾ ഈ നിലപാടല്ല CPM സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. CPI നേതാക്കൾക്ക് കാഴ്ചപ്പാടല്ല ആഴ്ചപ്പാടാണെന്നും ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുമെന്നും സതീശൻ പരിഹസിച്ചു. സമരം ശക്തമാക്കി മുന്നോട്ട് പോകാൻ ആശമാർ രാപ്പകൽ സമരവും അനിശ്ചിതകാല നിരാഹാര സമരവും തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. ഓണറേറിയം കൂട്ടി നൽകാൻ തയ്യാറായ തദ്ദേശ ഭരണാധികാരികൾക്ക് ആദരം അർപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ആശാപ്രവർത്തകർ. ഏപ്രിൽ 22 തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ആദരം അർപ്പിക്കുക. ഭൂരിഭാഗം ആശാ തൊഴിലാളികളുടെ സമരം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. സാംസ്കാരിക നായകർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം സാംസ്കാരിക നായകരുടെ കൂട്ടായ്മ ആശാ തൊഴിലാളികളുടെ സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനം വേണമെന്ന് PV അൻവർ. നേതാക്കൾ വൈകാതെ ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ആർക്കാണ് വിജയസാധ്യതയെന്ന് UDF നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDF പ്രവേശനം സാധ്യമായില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കേണ്ടി വരുമെന്നും PV അൻവർ പറഞ്ഞു. മുതലപ്പുഴയിൽ അഴിമുഖം പൂർണ്ണമായും മണൽ മൂടിയോടെ തുറമുഖത്ത് മത്സ്യബന്ധനം പൂർണ്ണമായി സ്തംഭിച്ചു. കടലിൽ പോകാനാവാതെ തീരവാസികൾ ഉപജീവന പ്രതിസന്ധിയിലാണ്. മീൻപിടുത്തക്കാർ കടലിൽ പോകുന്നത് മരിയാപുരം 5 തെങ്ങ് മേഖലയിൽ നിന്നാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണൽമാറ്റം കാര്യക്ഷമമല്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കോഴിക്കോട് അതിരൂപയുടെ ആദ്യ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ചു. ദേവമാതാ കത്തീഡ്രലിൽ ഓശാന ചടങ്ങ് നടക്കുന്നതിനിടെയാണ് ആശംസകളുമായി MV ഗോവിന്ദൻ എത്തിയത്. മന്ത്രി മുഹമ്മദ് റിയാസും കൂടെ ഉണ്ടായിരുന്നു. നഗരസഭാ ഭിന്നശേഷിക്കാർക്ക് നിർമ്മിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് KB ഹെഡ്ഗവാറിൻ്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നായികനുമായി BJP. ഹെഡ്ഗവാർ സ്വാതന്ത്ര്യസമര പോരാളിയാണെന്നും ഹെഡ്ഗവാറിൻ്റെ പേരിലെ ആദ്യ സ്ഥാപനമല്ല ഇതെന്നും BJP നേതാക്കൾ പറഞ്ഞു.
മുതിർന്ന CPM നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ പിറന്നാൾ സമ്മാനമായി ആലപ്പുഴ മുഹമ്മയിൽ ഒരുക്കിയ ജനകീയ ലാബ് ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി P. പ്രസാദ് എത്താതിരുന്നാൽ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP ലാബ് ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക CPM നേതാക്കളുടെ എതിർപ്പിനെ തുടർന്നാണ് മന്ത്രി വരാതിരുന്നതാണ് സംഘാടകർ പറഞ്ഞത്. ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കോടതി. പിടിച്ചെടുത്ത കൊക്കൈൻ്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ല. രഹസ്യവിവരം ലഭിച്ചുവെന്ന വാദം പോലീസ് പെട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു. പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മറിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തുടങ്ങിയ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചു എന്ന് പോലീസ് പരിശോധിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആണ് ഷൈൻ ടോം ചാക്കോയെ കോടതി കേസിൽ കുറ്റവിമുക്തൻ ആക്കിയത്. സർക്കാരിൻ്റെ അപൂർവ രോഗ ചികിത്സാ പദ്ധതിക്ക് കൈത്താങ്ങാൻ വിഷു കൈനീട്ടം ആരംഭിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് അപൂർവ രോഗങ്ങളുടെ സമഗ്ര ചികിത്സയ്ക്കായി സർക്കാർ കെയർ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നുവെന്നും ഇതിലൂടെ അനേകം കുഞ്ഞുങ്ങൾക്ക് ആശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും 8 വയസ്സ് വരെ ഉണ്ടായിരുന്ന ചികിത്സ 12 വയസ്സ് വരെയായി ഉയർത്തിയെന്നും മന്ത്രി പറഞ്ഞു. അർദ്ധരാത്രിയിൽ പരിശോധന നടത്താനുള്ള പോലീസ് നടപടി വിമർശിച്ച് UP സർക്കാർ. കേസെടുത്ത് ജയിലടച്ചിരുന്ന മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പൻ സാധാരണ പരിശോധന മാത്രമാണ് എന്നാണ് പോലീസ് പറഞ്ഞതെന്നും രാത്രി 12 മണിക്ക് ശേഷം താൻ തൻ്റെ വീട്ടിലുണ്ടായിരിക്കണമെന്ന ജാമ്യവ്യവസ്ഥയില്ലെന്നും സിദ്ദീഖ് കാപ്പൻ പറഞ്ഞു. മാസത്തിൽ 2 തവണ ലക്നൗ കോടതിയിൽ പോകുന്ന ആണെന്നും എല്ലാ ജാമ്യവ്യവസ്ഥകളും കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പീഡനക്കേസിൽ പ്രതിയായിരുന്ന സർക്കാർ മുൻ അഭിഭാഷകൻ PG മനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 2 മാസം മുമ്പാണ് കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് വീട് വാടകയ്ക്കെടുത്തത്. ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെൻറ് പിള്ളറായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ പീഡനക്കേസിൽ പ്രതിയായുടെ രാജിവെക്കുകയായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസ് കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു PG മനു. ഇന്നലെ രാവിലെ വീട്ടുടമ ചായ എത്തിച്ചപ്പോൾ വാങ്ങി കുടിച്ചിരുന്നു. അതിനുശേഷം സുഹൃത്തുക്കൾ എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് വാട്സാപ്പിലൂടെ വധഭീഷണി. കയ്യിൽ കിട്ടിയാൽ വേറെ രീതിയിൽ കാണുമെന്നാണ് ഭീഷണി സന്ദേശമെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സന്ദേശം ലഭിച്ച ഫോൺ നമ്പറും ഭീഷണി സന്ദേശം ഉൾപ്പെടെയാണ് സന്ദീപ് വാര്യർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ കാൽനട യാത്രക്കാരൻ ബൈക്ക് ഇടിച്ച് മരിച്ച സംഭവത്തിൽ ബൈക്ക് ഓടിച്ച യുവാക്കൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കോളേജ് വിദ്യാർത്ഥികളുടെ ജയശ്രീയും വിളിക്കാൻ ആവശ്യപ്പെട്ട തമിഴ്നാട് ഗവർണർ RN രവി മധുരയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ശനിയാഴ്ച നടന്ന ചടങ്ങിൽ മുഖ്യാതിഥി പങ്കെടുക്കുകയായിരുന്നു. സംഭവം ഗവർണറുടെ പ്രവൃത്തി വിവാദമാവുകയും ഇതിനെതിരെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ നിയമ പോരാട്ടത്തിലൊരുങ്ങി തമിഴ്നാട്. ആന്ധ്രയിലെ പടക്ക നിർമ്മാണശാലയിൽ വൻ പൊട്ടിത്തെറി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മരിച്ചു. കർണാടകയിലെ ഹുബ്ബള്ളിയിൽ 5 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൊലപ്പെടുത്തിയ ബീഹാർ സ്വദേശിയായ യുവാവിനെ പോലീസ് വെടിവെച്ചു കൊന്നു. വഖഫ് ഭേദഗതി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPI ജനറൽ സെക്രട്ടറി D. രാജ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. വഖഫ് നിയമ ഭേദഗതിയെ തുടർന്ന് ബംഗാളിൽ പ്രതിഷേധത്തുടർന്നുണ്ടായ പ്രശ്നത്തിന് പിന്നാലെ മുഷമല ദുലിയയിൽ നിന്ന് 400 ഹിന്ദുക്കൾ പാലായനം ചെയ്യുന്നത് BJPയുടെ ആരോപണം. മുംബൈ ഭീകരാക്രമണത്തിന് പ്ലോട്ടൊരുക്കിയ ദുബൈയിൽ നിന്ന് സൂചന. IS ഏജന്റായ തഹാവൂർ റാണ ആദ്യ ചർച്ച നടത്തിയ ദുബൈയിൽ വെച്ചെന്ന് INA വ്യക്തമാക്കി. മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുള്ള ഡേവിഡ് ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ചയെന്നും IS ബന്ധമുള്ള ആൾ ഇരുവരുടെയും ബാല്യകാല സുഹൃത്തുമെന്നാണ് സൂചനകൾ. വടക്കൻ യുക്രൈനിലെ സുമിയിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 23 പേർ കൊല്ലപ്പെട്ടെന്നും 83 പേർക്ക് പരിക്കേറ്റെന്നും ഉക്രൈൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. 72 മണിക്കൂറിൽ യുണൈറ്റഡ് സ്റ്റേറ്റിലുണ്ടായത് 3 വ്യത്യസ്ത വിമാനാപകടം. 2 അപകടങ്ങൾ ന്യൂയോർക്കിലും 1 അപകടം ഫ്ലോറിഡയിലുമാണ് ഉണ്ടായത്. അപകടങ്ങളിൽ ഒരുപാട് പേരുടെ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതിനുശേഷം രാജ്യത്തുടനീളം വിമാന സുരക്ഷയുടെ ഭാഗമായി പുതിയ പരിശോധനകളും നടത്തി. മ്യാൻമാറിൽ വീണ്ടും ഭൂചലനം. പുലർച്ചെ 5.5 തീവ്രതയുള്ള ഭൂചലനമാണ് സെൻട്രൽ മ്യാൻമാറിലെ ചെറുനഗരമായ മേക്തിലയിൽ അനുഭവപ്പെട്ട. മാർച്ച് 22 7.7 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഭൂകമ്പം. 3649 പേരാണ് മാർച്ച് 22 ഭൂചലനത്തിൽ മ്യാൻമാറിൽ കൊല്ലപ്പെട്ടത്. അമേരിക്കയിൽ 30 ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്ന വിദേശ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ട്രംപ് ഭരണകൂടം. ഇത്തരത്തിൽ US താമസിക്കുന്ന വിദേശ പൗരന്മാർ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം പിഴയും തടവും ശിക്ഷയായി ലഭിക്കുമെന്നും ആഭ്യന്തര സുരക്ഷാ വകുപ്പ് അറിയിച്ചു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം കുടിയേറ്റ നയങ്ങൾ വലിയ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ഉത്തരവ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.